യേശുക്രിസ്തുവിന്റെ പരിശുദ്ധമായ നാമത്തിൽ എല്ലാ പ്രിയപ്പെട്ടവർക്കും മോണിഡുവിന്റെ പുതിയൊരു പ്രഭാത വചനധ്യാനത്തിലേക്ക് സ്വാഗതം. കഴിഞ്ഞ ദിവസം വളരെ അനുഗ്രഹിക്കപ്പെട്ട ആത്മീക വചന സന്ദേശങ്ങൾ നമുക്ക് എഫേസ്യ ലേഖനം 5-ാം അധ്യായത്തെ ആസ്പദമാക്കി ചിന്തിക്കുവാൻ, ധ്യാനിപ്പാൻ തക്കവണ്ണം ദൈവം നമ്മെ സഹായിച്ചല്ലോ. ദൈവത്തിന്റെ ഇഷ്ടം നമ്മൾ ഗ്രഹിക്കേണ്ടതിന്റെ പ്രാധാന്യമാണ് നമ്മൾ ചിന്തിച്ചുകൊണ്ടിരിക്കുന്നത്. പ്രത്യേകിച്ച് വിശുദ്ധ വേദപുസ്തകത്തിൽ വളരെ വ്യക്തമായി ദൈവത്തിന്റെ ഇഷ്ടം എന്താണെന്ന് എഴുതിയിട്ടുണ്ട്. അത് നമ്മൾ മനസ്സിലാക്കേണ്ടത്, ഗ്രഹിക്കേണ്ടത് വളരെ ആവശ്യമാണ്. ഒരിക്കലും നമ്മുടെ ഇഷ്ടമല്ല ദൈവത്തിന്റെ ഇഷ്ടം എന്ന് പറയുന്നത്. ദൈവത്തിന്റെ ഇഷ്ടം തികവുള്ളതാണ്. യഹോവയുടെ ജ്ഞാനം തികവുള്ളതുപോലെ, അവന്റെ വചനം തികവുള്ളതുപോലെ ദൈവത്തിന്റെ ഇഷ്ടവും വളരെ തികവുള്ളതാണ്. നമ്മുടെ നന്മയ്ക്ക് വേണ്ടിയുള്ള ദൈവത്തിന്റെ ഇഷ്ടങ്ങളാണ് ദൈവവചനത്തിൽ പറഞ്ഞിരിക്കുന്നത്. കഴിഞ്ഞ ദിവസങ്ങളിലൊക്കെ എഫേസ്യ ലേഖനത്തിൽ അപ്പോസ്തലൻ പൗലോസ് നമ്മളോട് സംസാരിക്കുന്ന ദൈവത്തിന്റെ ഇഷ്ടങ്ങൾ എന്തൊക്കെയാണെന്നാണ് നമ്മൾ ചിന്തിക്കുന്നത്. അതിൽ നമ്മൾ ചിന്തിച്ചത്, ദൈവം നമ്മൾ മദ്യപിക്കരുതെന്ന് ആഗ്രഹിക്കുന്നു, അത് ദൈവത്തിന്റെ ഇഷ്ടമാണ്. നമ്മൾ മത്തരായി ജീവിക്കരുത് എന്നുള്ളത് ദൈവം ആഗ്രഹിക്കുന്നു. അതേപോലെ തന്നെ നമ്മൾ ആത്മാവ് നിറഞ്ഞവരായി ദൈവത്തെ സ്തുതിക്കുന്നവർ ആയിത്തീരണമെന്ന് ദൈവം ആഗ്രഹിക്കുന്നു. ഇതൊക്കെയാണ് നമ്മൾ കഴിഞ്ഞ ഏതാനും ദിവസങ്ങളായിട്ട് ചിന്തിച്ചത്. ഇന്ന് നമ്മൾ ചിന്തിക്കുവാൻ പോകുന്നത് എഫേസ്യ ലേഖനം 5-ാം അധ്യായം അതിന്റെ 21-ാമത്തെ വാക്യമാണ്. ക്രിസ്തുവിന്റെ ഭയത്തിൽ അന്യോന്യം കീഴ്പ്പെട്ടിരിപ്പീൻ. ഇവിടെ ക്രിസ്തുവിന്റെ ഭയം എന്നുള്ളതിന് മറ്റ് ട്രാൻസ്ലേഷനുകളിൽ വ്യക്തമായി പറഞ്ഞിരിക്കുന്നത് ഇൻ ദ ഫിയർ ഓഫ് ഗോഡ് എന്നുള്ളതാണ്. ദൈവത്തോടുള്ള ഭയത്തിൽ. വളരെ വ്യക്തമായിട്ട് ക്രിസ്തുവിന്റെ ആ ദൈവത്വത്തെക്കുറിച്ചുള്ള ഒരു സൂചനയാണ് നമുക്ക് ഈ വാക്യത്തിലും കാണുവാൻ കഴിയുന്നത്. എന്താണ് ക്രിസ്തുവിന്റെ ഭയം എന്ന് പറയുന്നത്? മറ്റ് ട്രാൻസ്ലേഷനുകളിൽ ഈ ഒരു വാക്കിന് ഭക്തി എന്നുള്ള പദം കൂടെ നമുക്ക് കാണുവാൻ കഴിയുന്നുണ്ട്. അഥവാ ക്രിസ്തുവിന്റെ ഭക്തിയിൽ അന്യോന്യം കീഴ്പ്പെട്ടിരിപ്പീൻ. ഭക്തിയും ഭയവും ഒന്ന് തന്നെയാണ്. പക്ഷേ പലപ്പോഴും നമ്മൾ അതിനെ രണ്ടായിട്ട് കാണുന്നതേ ഉള്ളൂ. ഭക്തി എന്ന് നമ്മൾ പലപ്പോഴും ഉദ്ദേശിക്കുന്നത് ഒരു ആത്മീയമായ റെവറൻസ്, ഒരു ബഹുമാനം എന്ന വണ്ണമാണ്. എന്നാൽ ഈ ഭയത്തിനും ഈ ഭക്തിക്കും ഒരേ അർത്ഥമാണുള്ളത്. അത് നമ്മൾ ദൈവം എന്താണ് ഭയം എന്നുള്ളതിനെ കുറിച്ച് ഉദ്ദേശിക്കുന്നതെന്ന് മനസ്സിലാക്കുമ്പോഴാണ് ഈ ഭക്തിയുടെ ആ ആത്മീയമായ സാഹചര്യത്തെ നമുക്ക് മനസ്സിലാക്കുവാൻ കഴിയുന്നത്. അതുകൊണ്ട് നമുക്ക് ഈ വാക്യം വളരെ ശ്രദ്ധയോടുകൂടെ വായിപ്പാൻ ദൈവം നമ്മെ സഹായിക്കട്ടെ. ദൈവവചനത്തിൽ ഈ ദൈവഭയം എന്നുള്ളതായ വിഷയം പല സ്ഥലങ്ങളിലും വ്യക്തമായി കൊടുത്തിട്ടുണ്ട്. ഇന്ന് നമ്മൾ അതിനെക്കുറിച്ചുള്ള ചില വാക്യങ്ങൾ വായിക്കുമ്പോൾ ക്രിസ്തുവിന്റെ ഭയം അഥവാ ദൈവത്തിന്റെ ഭയം അല്ലെങ്കിൽ ദൈവഭയം എന്നുള്ള വിഷയത്തെ നമുക്ക് നന്നായിട്ട് ഗ്രഹിക്കുവാൻ സാധിക്കും. നമ്മുടെ ചിന്ത ഈ ദൈവഭയം എന്നുള്ള വിഷയം മാത്രമല്ല, ആ ഭയത്തിൽ നാം അന്യോന്യം കീഴ്പ്പെട്ടിരിക്കേണ്ടത്, അന്യോന്യം ബഹുമാനിക്കേണ്ടതിന്റെ പ്രാധാന്യം കൂടിയാണ് ഞാൻ നിങ്ങളോട് സംസാരിപ്പാൻ ആഗ്രഹിക്കുന്നത്. സങ്കീർത്തന പുസ്തകങ്ങൾ 34-ാം അധ്യായം അതിന്റെ 11 മുതലുള്ള വാക്യങ്ങൾ വായിക്കുമ്പോൾ, മക്കളെ വന്ന് എനിക്ക് ചെവി തരുവീൻ, യഹോവയോടുള്ള ഭക്തിയെ ഞാൻ ഉപദേശിച്ചു തരാം. ജീവനെ ആഗ്രഹിക്കുകയും നന്മ കാണേണ്ടതിന് ദീർഘായുസ്സ് ഇച്ഛിക്കുകയും ചെയ്യുന്നവൻ ആർ? ദോഷം ചെയ്യാതെ നിന്റെ നാവിനെയും വ്യാജം പറയാതെ നിന്റെ അധരത്തെയും കാത്തുകൊള്ളുക. ദോഷം വിട്ടകന്ന് ഗുണം ചെയ്യുക, സമാധാനം അന്വേഷിച്ച് പിന്തുടരുക. ഇവിടെ കൊടുത്തിരിക്കുന്ന വാക്ക് യഹോവയോടുള്ള ഭക്തി. ഈ യഹോവയോടുള്ള ഭക്തിയിലാണ് നമ്മൾ ജീവനെ ആഗ്രഹിക്കേണ്ടത്, അതുപോലെ ദീർഘായുസ്സ് ഇച്ഛിക്കേണ്ടത്, ദോഷം ചെയ്യാതെ നമ്മുടെ നാവിനെയും വ്യാജം പറയാതെ നമ്മുടെ അധരത്തെയും കാത്തുകൊള്ളേണ്ടത്, ദോഷം വിട്ടകന്ന് ഗുണം ചെയ്യേണ്ടത്, സമാധാനം അന്വേഷിച്ച് പിന്തുടരേണ്ടത്. അപ്പോൾ ദൈവഭയത്തിൽ വേണം ഇതെല്ലാം നമ്മൾ ചെയ്യുവാൻ. ഒരുപക്ഷെ ആളുകൾ ചോദിക്കുമായിരിക്കും, ദൈവഭയം ഇല്ലെങ്കിലും ആളുകൾക്ക് ഇതൊക്കെ ചെയ്യാൻ കഴിയുമല്ലോ? തീർച്ചയായിട്ടും ചെയ്യാൻ കഴിയും. എന്തുകൊണ്ടെന്നാൽ ദൈവം മനുഷ്യനെ സൃഷ്ടിച്ചപ്പോൾ അവന്റെ ഉള്ളിൽ ദൈവം കൊടുത്ത ഒന്നാണ് മനസ്സാക്ഷി എന്ന് പറയുന്നത്. മനസ്സാക്ഷി. ആ മനസ്സാക്ഷിയിൽ അവൻ ദൈവത്തെ അറിയുന്നുണ്ട്. പല ആളുകളും ദൈവത്തെ നിഷേധിക്കുന്ന ആളുകൾ ഉണ്ടെങ്കിലും അവരുടെ മനസ്സാക്ഷിയുടെ ഉള്ളിൽ ദൈവബോധം എന്നുള്ള ഒരു കാര്യമുണ്ട്. എന്നാൽ പലപ്പോഴും അവരുടെ ഒരു ഫ്രസ്ട്രേഷനില് അവർ ദൈവമില്ല എന്ന് പറയാറുണ്ട്. ദൈവത്തിന്റെ ആ വല്ലഭത്വത്തെ അവർ ചോദ്യം ചെയ്യാറുണ്ട്. ദൈവത്തിന്റെ എക്സിസ്റ്റൻസിനെ അവർ ചോദ്യം ചെയ്യാറുണ്ട്. പക്ഷെ എങ്കിൽ പോലും എല്ലാ മനുഷ്യരുടെ ഉള്ളിലും ഈ ദൈവസത്വം ഉണ്ടെന്നുള്ള കാര്യം നമ്മൾ മറന്നുപോകരുത്. അങ്ങനെ ആ മനസ്സാക്ഷിക്കനുസരിച്ച് മനുഷ്യൻ ജീവിക്കുകയാണെങ്കിൽ, അതായത് ഒരു വ്യക്തിക്ക് മതമില്ല,
അവന് നിരീശ്വര ചിന്തയുണ്ട്, എങ്കിലും അവന്റെ ഉള്ളിൽ ഒരു മനസാക്ഷിയുണ്ട്. ആ മനസാക്ഷി എപ്പോഴും വാട്ട് ഈസ് റൈറ്റ് ആൻഡ് വാട്ട് ഈസ് റോങ് എന്ന് അവനോട് പറഞ്ഞുകൊണ്ടിരിക്കും. നീ ചെയ്ത ഈ കാര്യം നല്ലതല്ല, ഇത് പാപമാണ്, ഇത് തെറ്റാണ് എന്നുള്ളത് മനസാക്ഷി നമ്മെ ഓർമ്മിപ്പിക്കുമ്പോൾ നമ്മൾ എല്ലാവരും തന്നെ ആ ഒരു രീതിയിൽ ജീവിപ്പാനിടയായിത്തീരും. അവിടെ നമുക്ക് നന്മകൾ ചെയ്യാൻ സാധിക്കും, മറ്റുള്ളവരോട് മാന്യമായി ഇടപെടുവാൻ സാധിക്കും. ഇങ്ങനെയാണ് ആളുകളെല്ലാം തന്നെ മുന്നോട്ട് പോകുന്നത്. യേശുക്രിസ്തുവിനെ അറിയാത്ത ഒരു വ്യക്തിക്ക് പോലും ഈ ഭൂമിയിൽ നന്നായിട്ട് ജീവിക്കാൻ സാധിക്കും. അതിനുള്ളത് ദൈവം അവന്റെ ഉള്ളിൽ സൃഷ്ടിച്ചു വച്ചിട്ടുണ്ട്. പക്ഷെ അതിനെല്ലാം അവൻ ദൈവസന്നിധിയിൽ കണക്ക് ബോധിപ്പിക്കേണ്ടി വരും. അവന്റെ മനസാക്ഷിക്ക് അനുസരിച്ച് അവൻ കണക്ക് ബോധിപ്പിക്കേണ്ടി വരും എന്നുള്ളത് ദൈവവചനത്തിൽ വളരെ വ്യക്തമായി എഴുതിയിട്ടുണ്ട്. എന്നാൽ ഈ നല്ല മനസാക്ഷിയുള്ളതായ മനുഷ്യൻ ദൈവത്തോടുള്ള ആ ഭക്തിയിൽ നിന്നും ഭയത്തിൽ നിന്നും മാറിപ്പോയി. അതാണ് ഏദൻ തോട്ടത്തിൽ നമുക്ക് കാണുവാൻ കഴിയുന്നത്. ആ ഭയഭക്തി അവനിൽ നിന്നും മാറിപ്പോയപ്പോൾ അവന്റെ ജീവിതം പാപപങ്കിലമാക്കപ്പെട്ടു. അതുകൊണ്ട് അവൻ ദൈവമില്ലാത്തവനായി തീർന്നു. ദൈവം വന്ന് അവനെ വിളിക്കുക, മനുഷ്യ നീ എവിടെ എന്ന് വിളിക്കുമ്പോൾ അവൻ പ്രതികരിക്കുന്നത് ദൈവമേ ഞാൻ ഇവിടെ ഉണ്ട് എന്നുള്ളതല്ല. അവൻ വ്യക്തമായി പറയുന്നു, ഞാൻ നഗ്നനായിരിക്കുന്നു. അവന്റെ പാപ അവസ്ഥയെക്കുറിച്ച് അവന് പൂർണ്ണമായും ബോധ്യം വന്നിരിക്കുന്നു. അവനിപ്പോൾ മനസ്സിലായി, ഇനി എന്റെ മനസാക്ഷി കൊണ്ട് എനിക്ക് വലിയ കാര്യങ്ങളൊന്നും ചെയ്യാൻ കഴിയത്തില്ല. കാരണം ദൈവം ആഗ്രഹിച്ചത് ഈ സൃഷ്ടിക്കപ്പെട്ട മനുഷ്യനുമായിട്ടുള്ള കോൺസ്റ്റന്റ് ഫെലോഷിപ്പാണ്, തുടർമാനമുള്ള കൂട്ടായ്മയാണ്. പക്ഷേ ഇപ്പോൾ മനുഷ്യന് ആ കൂട്ടായ്മ നഷ്ടപ്പെട്ടു പോയിരിക്കുന്നു. അതുകൊണ്ട് ദൈവം എന്താണ് മനുഷ്യനെ കുറിച്ച് ആഗ്രഹിക്കുന്നത്? ഈ പാപിയായ മനുഷ്യൻ ദൈവത്തിന്റെ മുമ്പാകെ നീതീകരിക്കപ്പെട്ടവനായി നിൽക്കണമെന്നും അവന്റെ പ്രവൃത്തിയിൽ ഒരിക്കലും ദൈവത്തിന് മുമ്പാകെ നീതീകരിക്കപ്പെടുകയില്ല. എന്നാൽ അവന്റെ മുമ്പാകെ മറ്റൊരുവന്റെ നീതീകരണത്തിലൂടെ മാത്രമേ അവൻ നീതീകരിക്കപ്പെടുകയുള്ളൂ എന്ന് ദൈവം ഉൽപ്പത്തി പുസ്തകത്തിൽ തന്നെ അത് വെളിവാക്കുന്നു എന്നുള്ള കാര്യവും നമ്മൾ മറന്നുപോകരുത്. അതുകൊണ്ടാണ് അവിടെ ഒരു മൃഗത്തെ കൊന്നിട്ട് അതിന്റെ തോലുകൊണ്ട് ദൈവം മനുഷ്യനെ ഉടുപ്പിച്ചത്. അത്തിയുടെ ഇല അവന്റെ നഗ്നത എന്നേക്കുമായി മറയ്ക്കുവാൻ കഴിയില്ലായിരുന്നു. എന്നാൽ ലോക സ്ഥാപനത്തിന് മുമ്പ് അറുക്കപ്പെട്ട ദൈവ കുഞ്ഞാടാകുന്ന കർത്താവ് യേശുക്രിസ്തുവിനെ ഉൽപ്പത്തി പുസ്തകം വെളിപ്പെടുത്തുമ്പോൾ ഇന്ന് കർത്താവ് യേശുക്രിസ്തുവിലൂടെ മാത്രമേ മനുഷ്യന് നീതീകരണവും ദൈവത്തിന് മുമ്പാകെ അവൻ നീതീകരിക്കപ്പെടുകയും ചെയ്യത്തുള്ളൂ എന്നുള്ള ആ ആത്മീയമായ വസ്തുത നമുക്ക് അവിടെ ഗ്രഹിക്കാൻ സാധിക്കും. അപ്പോൾ ദൈവം മുമ്പാകെ മനുഷ്യന്റെ ഒരു പ്രവൃത്തിയും നീതീകരിക്കപ്പെടുന്നതല്ല. അതുകൊണ്ട് തന്നെ മനുഷ്യന് വളരെ ആവശ്യമായിട്ടുള്ള ഒരു കാര്യമാണ് ദൈവഭയം. മനസാക്ഷി മാത്രം പോരാ. കാരണം പാപിയായ മനുഷ്യന്റെ മനസാക്ഷി എപ്പോഴും പാപത്തിൽ തന്നെയാണ് നിൽക്കുന്നത്. എന്നാൽ അതേസമയം തന്നെ ഒരു വ്യക്തി ദൈവഭയമുണ്ടെങ്കിൽ, ദൈവത്തെ അറിഞ്ഞ് ദൈവവചനത്തെ അറിഞ്ഞ് ദൈവത്തോടുള്ള അനുസരണത്തിൽ അവൻ പോകുന്നെങ്കിൽ ആ ഭയനിമിത്തമുള്ള അനുസരണം ഒരു പേടിപ്പെടുത്തുന്ന ഒരു ഭയമല്ല ഇവിടെ ഉദ്ദേശിക്കുന്നത്. മറിച്ച് ദൈവം ആരാണെന്ന് തിരിച്ചറിഞ്ഞ് അവന്റെ വിശുദ്ധിയെ മനസ്സിലാക്കി അവന്റെ പരമാധികാരത്തെ മനസ്സിലാക്കി അവന്റെ മുമ്പാകെ ജീവിക്കുക എന്നുള്ളതാണ് ദൈവഭക്തി കൊണ്ട് ഇവിടെ ഉദ്ദേശിക്കുന്നത്. മറ്റു ചില വാക്യങ്ങൾ കൂടെ നമ്മൾ വായിക്കുമ്പോൾ ഉൽപ്പത്തി പുസ്തകം 20-ാം അധ്യായം 11-ാം വാക്യത്തിൽ അബ്രഹാം ഗരാർ എന്ന സ്ഥലത്ത് വെച്ച് തന്റെ ഭാര്യയെ ഓർത്ത് ഭയപ്പെടുന്നതായിട്ട് നമുക്ക് കാണുവാൻ കഴിയുന്നുണ്ട്. ഈ സ്ഥലത്ത് ദൈവഭയമില്ല, നിശ്ചയം എന്റെ ഭാര്യ നിമിത്തം അവർ എന്നെ കൊല്ലും എന്ന് ഞാൻ നിരൂപിച്ചു. അതായത് ഗരാർ എന്ന സ്ഥലത്തെ ആളുകൾ അവർ ഒരിക്കലും ദൈവദാനമായിട്ടുള്ള അല്ലെങ്കിൽ ദൈവീകമായിട്ടുള്ള സ്വഭാവങ്ങൾ അവർ പ്രകടിപ്പിക്കുന്നില്ല. അവർ എപ്പോഴും മറ്റുള്ളവരെ ദ്രോഹിപ്പാനോ അവർ എപ്പോഴും തെറ്റുകൾ, കുറ്റങ്ങൾ, കൊടും ക്രൂരതകൾ ചെയ്യാനോ പ്രേരിപ്പിക്കപ്പെടുന്നവരായ ആളുകളായതുകൊണ്ട് അബ്രഹാമിന് മനസ്സിലായി ദൈവഭയം ഇല്ലാത്തതുകൊണ്ടാണ് ഇതെല്ലാം സംഭവിക്കുന്നത്. അതുകൊണ്ട് തന്റെ ജീവനും കൂടെ ഭീഷണിയാണ് ഈ സാറ നിമിത്തം. കാരണം സാറയുടെ ആ സൗന്ദര്യം ആ ദേശത്ത് അബ്രഹാമിന് ഒരു വെല്ലുവിളിയായിട്ട് മാറി. അവിടെ വെച്ചാണല്ലോ സാറ എന്റെ സഹോദരിയാണെന്ന് അബ്രഹാം അവകാശപ്പെടുന്നത്. അതുകൊണ്ട് ഇന്നെ കേൾക്കുന്ന പ്രിയമുള്ളവരെ, ഈ ദൈവഭയം എന്നുള്ളതായ വിഷയം വളരെ പ്രധാനപ്പെട്ട കാര്യമാണ്. ഇവിടെ ക്രിസ്തുവിന്റെ ഭയത്തിൽ എന്നാണ് കൊടുത്തിരിക്കുന്നത്. അതായത് ക്രിസ്തുവിനെ പൂർണ്ണമായിട്ടും മനസ്സിലാക്കി അവന്റെ വിശുദ്ധി, അവന്റെ നിസ്തുലത, അവൻ ആരാണ്, അവന്റെ ദൈവത്വം, ഇതെല്ലാം മനസ്സിലാക്കി നമ്മൾ അന്യോന്യം കീഴ്പ്പെട്ടിരിക്കണം. അന്യോന്യം കീഴ്പ്പെട്ടിരിക്കുക എന്ന് പറയുന്നത് ഒരിക്കലും ഒരാളെ കീഴ്പ്പെടുത്തണം എന്നുള്ളതല്ല. ഇതെല്ലാവരും തമ്മിൽ
ഹൈ റാങ്കുള്ള ആളുകൾ, ലോ റാങ്കുള്ള ആളുകളാണെങ്കിലും, ഉന്നത പദവിയിലിരിക്കുന്ന ആളുകളാണെങ്കിലും, ചെറിയ പദവിയിലിരിക്കുന്ന ആളുകളാണെങ്കിലും, വലിയ ശുശ്രൂഷ ചെയ്യുന്നവരാണെങ്കിലും, ചെറിയ ശുശ്രൂഷ ചെയ്യുന്നവരാണെങ്കിലും തമ്മിൽ യഹോവ ഭക്തിയിൽ, ദൈവഭക്തിയിൽ, ക്രിസ്തുവിന്റെ ഭക്തിയിൽ അവർ തമ്മിൽ കീഴ്പ്പെട്ടിരിക്കണം എന്ന് പറയുന്നു. അതിനർത്ഥം അവിടെ നമ്മൾ ആരും വലിയവരല്ല, നമ്മൾ ആരും ചെറിയൊരുമല്ല. എല്ലാവരും ദാസന്മാരെന്ന പോലെ തമ്മിൽ ശുശ്രൂഷ ചെയ്യുന്നതായ ആ അനുഭവത്തെയാണ് ഇവിടെ കാണിക്കുന്നത്. പക്ഷെ നമുക്കറിയാം, ഇന്ന് ഇങ്ങനെയുള്ള അവസ്ഥ നമുക്ക് കാണുവാൻ കഴിയുന്നില്ല. പലപ്പോഴും സഭകളിൽ പോലും ചില റാങ്ക് വ്യത്യാസങ്ങളും പെരുമാറ്റങ്ങളും ജീവിത രീതികളും മറ്റുള്ളവരെ കുറച്ചു കാണിക്കുകയും തന്നെ ശ്രേഷ്ഠനെന്ന് കാണിക്കുകയും ചെയ്യുന്നതായ കാര്യങ്ങളുണ്ട്. പ്രസംഗിക്കുന്ന ആളുകൾ പോലും ഞാൻ പറയുന്നത് മാത്രമാണ് ശരി, മറ്റുള്ളവരെ എനിക്ക് കേൾക്കുകയേ വേണ്ട എന്നുള്ള ആറ്റിറ്റ്യൂഡ് പ്രകടിപ്പിക്കുന്ന ആളുകളുമുണ്ട്. ഞാൻ ഈ ദിവസങ്ങളിലൊക്കെ ചിന്തിക്കുന്ന ഒരു കാര്യമുണ്ട്. ദൈവത്തിന്റെ വചനം നമ്മോട് പറയുന്നത് ക്രിസ്തുവിന്റെ ഭാവം നിങ്ങളിൽ ഉണ്ടാകട്ടെ എന്നുള്ളതല്ലേ. പക്ഷെ ഇന്ന് പലർക്കും ക്രിസ്തുവിൻ്റെതല്ല, മറ്റു പലരുടെയും ഭാവങ്ങളാണുള്ളത്. ഒരു വ്യക്തിയെ പരിചയപ്പെട്ട് കഴിഞ്ഞാൽ പിന്നെ നമ്മൾ അവർക്ക് അഡിക്റ്റഡ് ആയിട്ട് മാറുകയാണ്. അങ്ങനെയല്ല ദൈവത്തിന്റെ വചനം പറയുന്നത്. ഏതൊരു ബന്ധവും ക്രിസ്തുവിന്റെ ഭയത്തിലുള്ള ബന്ധമായിരിക്കണം. അങ്ങനെയാണെങ്കിൽ മാത്രമേ നമ്മുടെ ബന്ധങ്ങൾ ഹെൽത്തി ആയിട്ട് മാറുകയുള്ളൂ, ആരോഗ്യമുള്ളതായിട്ട് മാറുകയുള്ളൂ. ഇത് ആദിമ സഭയുടെ ഒരു മുഖച്ഛായയായിരുന്നു. കാരണം അപ്പോസ്തലന്മാര് ഇത് ശക്തമായി പഠിപ്പിച്ചിരുന്നു. അതുകൊണ്ട് എന്നെ കേൾക്കുന്ന പ്രിയമുള്ളവരെ, നാം ക്രിസ്തുവിന്റെ ഭയത്തിൽ ജീവിക്കാമെങ്കിൽ നമ്മുടെ ബന്ധങ്ങൾ ഏറ്റവും നന്നാകും. ആരെയും താഴ്ത്തി സംസാരിക്കാതെ, ആരെയും താഴ്ത്തി കാണാതെ, ആരെയും ഉയർത്തിയും കാണാതെ എല്ലാവരെയും ഒരേപോലെ കാണുവാനും ഒരേപോലെ സ്നേഹിപ്പാനും നമുക്ക് സാധ്യമാണ്. ഇതെല്ലാം കഴിയുന്നത് നമ്മെ ധൈര്യപ്പെടുത്തുന്ന, ബലപ്പെടുത്തുന്ന ദൈവത്തിന്റെ പരിശുദ്ധാത്മാവിനാലാണ്. അതേപോലെ തന്നെ ഇത് ദൈവം ആഗ്രഹിക്കുന്നു. കർത്താവ് വളരെ ശക്തമായി പറഞ്ഞിട്ടില്ലേ, കാണപ്പെടുന്ന സഹോദരനെ സ്നേഹിക്കാൻ കഴിയാത്തവന് കാണപ്പെടാത്ത ദൈവത്തെ എങ്ങനെ സ്നേഹിക്കാൻ കഴിയും? ഇവിടെ നമ്മൾ പ്രകടിപ്പിക്കുന്നതായ നമ്മുടെ ജീവിത സ്വഭാവങ്ങൾ നമുക്ക് ദൈവത്തോടുള്ള ബന്ധത്തെയും നമുക്ക് ദൈവത്തോടുള്ള ഭക്തിയെയും വെളിപ്പെടുത്തുന്നു. അതുകൊണ്ട് ഇന്ന് ഞാൻ നിങ്ങളോട് പറയാൻ ആഗ്രഹിക്കുന്നത്, ഒരാളുടെ ശുശ്രൂഷയല്ല നമുക്ക് അദ്ദേഹത്തെ അളക്കാൻ കഴിയുന്ന മാനദണ്ഡം, മറിച്ച് അദ്ദേഹത്തിന്റെ സ്വഭാവമാണ്. ഇന്ന് നമുക്ക് അതിനായി ദൈവകരങ്ങളിലേക്ക് നമുക്ക് ഏൽപ്പിക്കാം. ഒരു വാക്ക് നമുക്ക് പ്രാർത്ഥിക്കാം. സ്വർഗീയപിതാവേ, എന്ന് ഞങ്ങളെ കേൾപ്പിച്ച വളരെ മനോഹരമായ സന്ദേശത്തിനായി സ്തോത്രം. ഈ വചനം കേൾക്കുന്ന ഏവരെയും ഞാൻ യേശുവിന്റെ നാമത്തിൽ അനുഗ്രഹിക്കുന്നു. കർത്താവെ, ഞങ്ങൾ ക്രിസ്തുവിന്റെ ഭയത്തിൽ അന്യോന്യം കീഴ്പ്പെട്ടിരിപ്പാൻ, അന്യോന്യം ശുശ്രൂഷിപ്പാൻ ഞങ്ങളെ നീ സഹായിക്കണമേ. ഈ വചനത്തിന്റെ ആ നന്മ ഞങ്ങൾ അനുഭവിക്കട്ടെ. ഇതാണ് കർത്താവിന് ഞങ്ങളോടുള്ള ഇഷ്ടം എന്ന് ഞങ്ങൾ ഗ്രഹിച്ചറിഞ്ഞ് മനസ്സ് പുതുക്കി രൂപാന്തരപ്പെടുന്നവരായി തീരുവാൻ ഞങ്ങളെ സഹായിക്കണമെന്ന് പ്രാർത്ഥിക്കുന്നു. പ്രാർത്ഥന കേട്ടതിന് നന്ദി. യേശു ക്രിസ്തുവിൻ നാമത്തിൽ തന്നെ. ആമേൻ, ആമേൻ. ഇന്നത്തെ വേദവചനം നിങ്ങളുടെ ജീവിതത്തിൽ വളരെ അനുഗ്രഹപ്രദമായി തീർന്നു എന്ന് ഞാൻ വിശ്വസിക്കുന്നു. ഈ സ്ക്രീനിൽ കാണുന്ന ഫോൺ നമ്പറുകൾ ഞങ്ങളെ വിളിക്കുക. എല്ലാവരും ദൈവം അനുഗ്രഹിക്കട്ടെ. ഹാവ് എ നൈസ് ഡേ.